നമസ്കാരം. അവർ TV 24/7 പ്രധാന വാർത്തകൾ. ഞാൻ പ്രജിത്ത്. മലിഹ ഡയറി ഫാക്ടറി തുറന്നു. മലിഹ ഡയറി ഫാമിന് ഗിന്നസ് റെക്കോർഡ്. ആർ ശ്രീലേഖ പുറത്ത്. VV രാജേഷിനെ തിരുവനന്തപുരത്ത് മേയറായി BJP പ്രഖ്യാപിച്ചു. വിജയ് ഹസാരെ ട്രോഫിയിൽ ത്രിപുരയ്ക്കെതിരെ വിജയത്തുടക്കമിട്ട് കേരളം. ഡി മണി എന്നാൽ ഡയമണ്ട് മണി. പത്മനാഭസ്വാമി ക്ഷേത്രം ലക്ഷ്യമിട്ട് 1000 കോടിയുടെ കവർച്ചയ്ക്ക് പദ്ധതി. ശ്രീലങ്കയ്ക്കെതിരായ T20 മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ വനിതാ ടീം തിരുവനന്തപുരത്തെത്തി. തിരുവനന്തപുരത്ത് ഇനി ക്രിക്കറ്റ് ദിനങ്ങൾ. ഇന്ത്യ ശ്രീലങ്ക വനിതാ T20 3 മത്സരങ്ങൾക്ക് നാളെ തുടക്കം. ചിറക് വിരിക്കാൻ അൽഹിന്ദ് എയർ. മലയാളിക്ക് പറക്കാൻ ഇനി സ്വന്തം വിമാനക്കമ്പനി. പച്ചക്കൊടി വീശി കേന്ദ്രം. സർവീസ് ഉടൻ. വിഴിഞ്ഞം തുറമുഖ വികസനത്തിന്റെ നിർണായക ഘട്ടം. അനുമതി നൽകി കേന്ദ്രം. ജ്ഞാനപീഠ ജേതാവ് വിനോദ് കുമാർ ശുക്ലയുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി. കേരള സർവകലാശാല രജിസ്ട്രാറുടെ പൂർണ്ണ ചുമതല ഡോക്ടർ സാം സോളമന് നൽകാൻ സിൻഡിക്കേറ്റ് തീരുമാനം. കേരളത്തിന്റെ കടമെടുപ്പ് പരിധി കേന്ദ്രം വെട്ടിക്കുറച്ചു. അബുദാബിയിൽ നടന്ന ഈ വർഷത്തെ മിസിസ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് സീസൺ 3ാം പട്ടം മിസിസ് ഷമനാസ് മേത്ത സ്വന്തമാക്കി. ക്രിസ്തുമസിന്റെ ചൈതന്യം സമൂഹത്തിൽ ഐക്യവും നന്മയും പ്രചോദിപ്പിക്കട്ടെ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ബത്ലഹേമിലും ആഘോഷങ്ങൾ. വത്തിക്കാനിൽ മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ പാതിരാ കുർബാന. ഇന്നും സ്വർണ്ണവില കൂടി. കുതിപ്പ് തുടരുന്നു. ഏറ്റവും മികച്ച ഗുണനിലവാരമുള്ള പാലും പാലുൽപ്പന്നങ്ങളും യഥേഷ്ടം ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട് ഷാർജയിൽ മലിഹ ഡയറി ഫാക്ടറി തുറന്നു. UAE സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കാസ്മി ഫാക്ടറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. 20,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ അതിവിശാലമായ ഫാക്ടറിക്ക് ഏതാണ്ട് 600 ടൺ ഉൽപ്പാദന ശേഷിയുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ A2 കന്നുകാലി ഫാം എന്ന ഗിന്നസ് റെക്കോർഡും സുൽത്താൻ ചടങ്ങിൽ സ്വീകരിച്ചു. തിരുവനന്തപുരത്ത് മേയർ സ്ഥാനാർത്ഥിയായി VV രാജേഷിനെ BJP പ്രഖ്യാപിച്ചു. ആർ ശ്രീലേഖ മേയറാകുമെന്ന തരത്തിൽ ചർച്ചകൾ നടന്നിരുന്നുവെങ്കിലും ഒരു വിഭാഗം ഇതിനെ എതിർത്തിരുന്നു. വിഷയത്തിൽ ശ്രീലേഖയുടെ വീട്ടിൽ നടന്ന ചർച്ചയിൽ നേതാക്കൾ കാര്യം ധരിപ്പിക്കുകയും ചെയ്തു. ശ്രീലേഖയെ മേയറാക്കുന്നതിനെതിരെ BJP കൗൺസിലർമാർക്കിടയിൽ ഭിന്നതയുണ്ടായിരുന്നു. VV രാജേഷിന് RSS വിഭാഗത്തിന്റെ പിന്തുണ ലഭിച്ചിരുന്നു. ശ്രീലേഖയ്ക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയസാധ്യതയുള്ള സീറ്റ് വാഗ്ദാനം ചെയ്തെന്നും സൂചനയുണ്ട്. ഇടതുകോട്ടയായിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ 40 വർഷത്തിന് ശേഷമാണ് BJP നേടുന്നത്. വിജയ് ഹസാരെ ട്രോഫിയിൽ ത്രിപുരയ്ക്കെതിരെ വിജയത്തുടക്കമിട്ട് കേരളം. വിഷ്ണു വിനോദിന് സെഞ്ചുറി. 62 പന്തിൽ 102 റൺസ്. 50 അടിച്ച് രോഹനും ബാബ അപരാജിതും. 145 റൺസിനായിരുന്നു കേരളത്തിന്റെ വമ്പൻ വിജയം. ആദ്യം ബാറ്റ് ചെയ്ത കേരളം 50 ഓവറിൽ 8 വിക്കറ്റിന് 348 റൺസ് എടുത്തു. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ത്രിപുര 36.5 ഓവറിൽ 203 റൺസിന് ഓൾ ഔട്ടായി. അർദ്ധ സെഞ്ചുറി നേടുകയും 5 വിക്കറ്റ് വീഴ്ത്തുകയും ചെയ്ത ബാബ അപരാജിത്താണ് പ്ലെയർ ഓഫ് ദി മാച്ച്. കേരളത്തിന്റെ വിഷ്ണു വിനോദ് സെഞ്ചുറി നേടി. ആദ്യ ഓവറുകളിൽ ക്യാപ്റ്റന്റെ ഇന്നിംഗ്സുമായി നിലയുറപ്പിച്ച രോഹൻ കുന്നുമ്മലിൻ്റെയും അവസാന ഓവറുകളിൽ ആഞ്ഞടിച്ച വിഷ്ണു വിനോദിൻ്റെയും ഇന്നിംഗ്സുകളാണ് കേരളത്തിന്റെ വിജയത്തിന് അടിത്തറയിട്ടത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഡി മണി എന്നയാളെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. ഡി മണി ശബരിമലയിലെ പഞ്ചലോക വിഗ്രഹങ്ങൾ വാങ്ങിയെന്ന വിദേശ വ്യവസായിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. അബുദാബിയിൽ നടന്ന ഈ വർഷത്തെ മിസിസ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് സീസൺ 3ാം പട്ടം മിസിസ് ഷമനാസ് മേത്ത സ്വന്തമാക്കി. ഫസ്റ്റ് റണ്ണറപ്പായി ഡോക്ടർ ജൂനി ജേക്കബ് തിരഞ്ഞെടുക്കപ്പെട്ടു. സെക്കൻഡ് റണ്ണറപ്പ് ആയി മിസിസ് ഏമി. മത്സരങ്ങൾ വിലയിരുത്തുന്നതിന് നേതൃത്വം നൽകിയത് പ്രശസ്ത ജഡ്ജിമാരായ സസീന ഖാൻ, ദാനിയ ഹുസൈൻ, വീണ ഉത്തംചന്ദാനി, അമിത് റാഥോർ, വനിത പാണ്ഡെ, ലക്കി ശർമ്മ എന്നിവരാണ്. സൗന്ദര്യവും ബുദ്ധിയും സാമൂഹ്യ ബോധവും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന ഈ വേദി മിഡിൽ ഈസ്റ്റിലെ ഇന്ത്യൻ വനിതകളുടെ ആത്മവിശ്വാസത്തിൻ്റെയും ശക്തിയുടെയും ആഘോഷമായി മാറി.